പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സെന്ന് എടുത്താനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. വണ്ടിയിൽ കുറച്ച് പണിയുണ്ട്. ഏകദേശം 3 ദിവസം ഞാൻ ഈ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ പോയി സെയിം കംപ്ലയിൻ്റ് ആയിട്ട്. അപ്പോൾ ഇതുവരെയ്ക്കും അവർക്ക് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് കാണിക്കണം. നമ്മുടെ ബൈക്കിൻ്റെ വർക്ക്ഷോപ്പിൽ 1-2 വണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നല്ല നേരെ ഇത് കൊണ്ട് ഇട്ടിട്ട് ബാക്കി പരിപാടി പൈസ. അപ്പോൾ എന്തായാലും നമ്മളത് ആ ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വണ്ടി ഇട്ടിട്ട് നമുക്ക് പോകാം കേട്ടോ, ആറ്റിങ്ങിലോട്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും വണ്ടി വർക്ക്ഷോപ്പിൽ ഇട്ട് ഓടിച്ചൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ എന്താണ് കംപ്ലയിൻ്റ് ഉള്ളത് എന്തായാലും നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയി നല്ല വർക്ക് കഴിഞ്ഞ് ആർച്ചാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ള മോജറ ഡിസ്ക്കാണ് കേട്ടോ. മോജറ പെറ്റൽ ഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇത് ഹോളും കാര്യങ്ങളൊക്കെ ഇതിൽ 5 ഹോളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് RC വരുന്ന 6 ഹോളാണ്. അപ്പോൾ അതിനനുസരിച്ച് ഹോളും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ക്ലച്ച് ലിവർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 390ക്ക് വരുന്ന അഡ്ജസ്റ്റബിൾ ലിവറാണ്. പിന്നെ നമ്മൾ സ്വിച്ച് അസംബ്ലി ഡ്യൂക്കിനൊക്കെ വരുന്ന ആ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇതിൽ ഹെഡ്ലൈറ്റ്, ഫോൺ, ഇൻഡിക്കേറ്റർ വർക്കാവും. ഇത് പിന്നെ കണക്ഷൻ കൊടുക്കാനായിട്ടൊന്നുമില്ല, ഡമ്മിയാണ് കേട്ടോ. പക്ഷെ കാണുമ്പോൾ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചൊന്ന് ലോവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അണ്ടർ ബെല്ലും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തേക്കാണ് കേട്ടോ, ഓട്ടോ ലോഗിൻ്റെ. പിന്നെ റോളോൻ്റെ ബ്രാസ് ചെയിൻ സോക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അവിടെ നേരെ അവിടെ പോകുമ്പോൾ ഇവിടെ ഒരു NSൻ്റെ വർക്ക് കിടപ്പുണ്ട് കേട്ടോ. ABSൻ്റെ കേബിൾ പൊട്ടി തന്നെയാണ്. അപ്പോൾ നമ്മളിതിൽ ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്ന ആഫ്റ്റർ മാർക്കറ്റ് വരൂലേ, ഓസാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം ലെങ്തുണ്ട്. ഇതിൻ്റെ സ്റ്റോക്ക് സാധനത്തിന് റേറ്റ് ഉണ്ടല്ലോടാ. സ്റ്റോക്കിന് 1500 1800 റേറ്റ് ഉണ്ട്. ഇതാകുമ്പോൾ ഒരു 10-650 രൂപ കാര്യം നടക്കും. കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് NSൻ്റെ പരിപാടി. അത് നേരെ അകത്തോട്ട് പോകാൻ നേരത്ത് ഇവിടെ ഒരു RS100 ഇരിപ്പുണ്ട്. ഇത് USD ഫോർക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേനെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് NS BS6 വണ്ടിക്ക് വരുന്നില്ലേ, ആ ഒരു ഫോർക്ക് സെറ്റാണ്. ആ ഒരു ഫുൾ അസംബ്ലി ചെയ്തിട്ടുണ്ട്. പിന്നെ RSൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതിലിപ്പോൾ നിലവിൽ ഡുവൽ ഡിസ്ക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒന്നും അത്ര ഇപ്പോൾ ഫംഗ്ഷൻ ആയിട്ടുള്ളൂ. ഇനി ബാക്കി ഫംഗ്ഷൻ ചെയ്യുന്ന ഉള്ളതൊക്കെ ഇനി പരിപാടിയിൽ കാണാം. പിന്നെ ബേക്ക് സിഗ്നാമി ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഈ വണ്ടി ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഹാൻഡിലിൻ്റെ സെക്ഷൻ നോക്കാൻ നേരത്ത് നമ്മൾ C-ബാൻഡ് ഹാൻഡിലാണ് കേട്ടോ. ഇതിൽ C-ബാൻഡ് ഹാൻഡിൽ ഡയറക്റ്റ് സൂട്ടല്ല, പ്രശ്നം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വെറൈറ്റി സ്വിച്ചും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹസാഡ്, ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് അടിപൊളി സ്വിച്ചാണ്. ഇത് ഏത് വണ്ടിയിലാണെന്ന് അറിയാവുന്നവരുടെ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ കേട്ടോ. അപ്പോൾ ഇതാണ് ഈ RSലെ വർക്ക്. ഇനി അപ്പുറത്ത് കുറച്ച് വണ്ടി ഇരിപ്പുണ്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ റേറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് കേട്ടോ 7000 രൂപയാണ്. അതിൻ്റെ ടീ സ്റ്റമ്പ് മാറിയായിരുന്നു, പഴയത് ഇവിടെ കിടപ്പുണ്ട്. 7000 രൂപയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ല പഴയ ടീ സ്റ്റമ്പ് കിടക്കുന്നു. അപ്പോൾ ഇത് ബെൻഡായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 7000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോട്ടെ ഈ വക കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് ഇന്നലെ RC ചെയ്ത പണികൾ. പിന്നെ കുറച്ച് സെൻസർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെ തന്നെ ചേഞ്ച് ആക്കി റെഡിയാക്കി വിട്ടിട്ടുണ്ട്. വർക്കിന് വന്ന എൻ്റെ വർക്കാണ് കേട്ടോ. അതിൽ ഫോഗ് ലൈറ്റാണ് സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാറ്റി ഓക്കെ. ഇനി ഒരു ലൈറ്റ് കൂടെ ഉണ്ട്. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനിയിപ്പം GT ആണ് കേട്ടോ. ഇതിൽ ഹിമാലയൻ്റെ ടെയിൽ ലൈറ്റാണ് സെറ്റ് ചെയ്യാൻ പോകണം. ഇത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതുകൂടെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതേതിൻ്റെ ടെയിൽ ലൈറ്റിൻ്റെ ഹിമാലയൻ്റെ ഇത് ഇറക്കല്ലേടാ. ഇത് ഓക്കെ, ഇത് അകത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ടേ ഈ സാധനം ഇതിനകത്തോട്ട് കയറണം. അപ്പോൾ നമ്മൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഈ ഒരു ലൈറ്റാണ് കേട്ടോ, ഹിമാലയൻ്റെ സ്റ്റോക്ക് ടെയിൽ ലൈറ്റ്. ഓക്കെ, മറ്റേ GTയുടെ ടെയിൽ ലൈറ്റ് കുറച്ചുകൂടെ വലുതാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്നാലും കാണാൻ നൈസ് ലുക്കായിരിക്കും. കുറച്ച് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം പൈസ. അപ്പോൾ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇനി കട്ട് ചെയ്തെടുക്കണം കേട്ടോ, എന്നിട്ട് അതിനകത്ത് ഫിക്സ് ആവുന്ന രീതിക്ക്. കേട്ടോ 2 ടെയിലിൻ്റെ വ്യത്യാസം. ഇത് കുറച്ചുകൂടി ബൾക്കാണ്, കാണാൻ ഒരു പഴയ ലുക്കാണ് കേട്ടോ. പക്ഷേ ഹിമാലയൻ്റെ വരുമ്പോഴത്തേക്ക് ചെറിയ ലൈറ്റാണ്, അത്യാവശ്യം നൈസാണ് കേട്ടോ ബൈക്ക് കയറുമ്പോൾ. അപ്പോൾ ഇനി കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ടെയിൽ ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സെറ്റ് ചെയ്ത് നമ്പർ കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് ഇതാണ് ബേക്കിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നൈസ് ലുക്ക് തന്നെ. വെക്കുന്ന അറിയാനൊന്നും പറ്റില്ല കേട്ടോ. GT യൂസേഴ്സിന് എന്തായാലും വെക്കുന്ന കത്തും, അല്ലാതെ വെളിയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ വെക്കുന്ന അറിയാൻ പറ്റത്തില്ല. എന്തായാലും സംഭവം ഒതുങ്ങി തന്നെ ഇരിപ്പുണ്ട്. ഇതാണ് അപ്പം GT ചെയ്ത വർക്ക് കേട്ടോ. ഓക്കെ.